ഈ പ്രായത്തിലും ചിരഞ്ജീവി ഡാൻസ് കളിക്കുന്നത് കാണുമ്പോൾ എന്തോരം ഓറയാണ് അതിൽ കാണുന്ന ഹുക്ക് സ്റ്റെപ്പ്, വൈറൽ സ്റ്റെപ്പ്. ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. പ്രധാന വേഷത്തിലായി ചിരഞ്ജീവി എത്തുന്ന അനിൽ രവിപുടി സംവിധാനം ചെയ്ത സംക്രാന്തി തെലുങ്ക് ചിത്രമായിരുന്നു മനശങ്കര വരപ്രസാദ് ഗാരു. അതിലെ ഹുക്ക് സ്റ്റെപ്പ് എന്ന വീഡിയോ സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുനോക്കാം. BMCയാണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പ് തന്നെ ഈ പാട്ടിലെ ഡാൻസുകളും ബീറ്റുകളൊക്കെ ട്രെൻഡിങ് ആയിരുന്നു. ചിരഞ്ജീവി ഈ ഡാൻസിൽ എന്നാ ഫ്ലെക്സിബിൾ ആയിട്ട് ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടുനോക്കാം എങ്ങനെയാണ് വീണ്ടും ഫുള്ളായിട്ട് ഒരു എനർജിയിൽ പുള്ളിക്കാരൻ ഡാൻസ് കളിക്കുന്നു എന്ന്. ഇതിലും ആ ഒരു ഫ്ലെക്സിബിലിറ്റി കണ്ടില്ല, ആ ഒരു എനർജി, ഇപ്പോഴും ആ ഡാൻസ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഇതിലെ ലിറിക്സ് ഒക്കെ കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു നോർമലായിട്ട് പറയുന്ന പോലത്തെ ലിറിക്സ് ആണ്, പക്ഷെ കേൾക്കുമ്പോൾ തന്നെ ഒരു വൈബ് ഉണ്ട് പാട്ട് വരുമ്പോൾ. പുള്ളിക്ക് ഇത്ര നല്ല വയസ്സായിട്ടും പുള്ളി എനിക്കൊന്ന് 60-70 വയസ്സെന്തോ ആയിട്ടുണ്ട് പുള്ളിക്ക്. ഇനി അതിൽ കൂടുതലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുള്ളിക്ക് അത്രയും വയസ്സായിട്ടും പുള്ളി ഇത്രയും എനർജി ആയിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെ സത്യമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം. ഡാൻസ് ചെയ്യുമ്പോഴും ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് ചിരഞ്ജീവി. ഈ പാട്ടിലെ കോസ്റ്റ്യൂമും ഒരു എന്താ പറയുക, ഒരു നല്ലൊരു കോസ്റ്റ്യൂമാണ്. ആ പാട്ടിന് ചേർന്ന ഒരു കോസ്റ്റ്യൂം. ഓഫ്കോഴ്സ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കളർഫുൾ ആണ്. ഡാൻസേഴ്സ് ഒരുപാടുണ്ട്. ഇത് ഫോക്കസ്ഡ് ആയിട്ട് ചിരഞ്ജീവി നിർത്തി ഒരു കിടിലം പാട്ടാണ്. കാരണം ഇതിൽ മെയിൻ ആയിട്ട് ആ ബീറ്റ് ആ ബീറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട്, പിന്നെ അത് പാട്ട് പറയുന്ന പോലെ ആ ലിറിക്സ് സൂപ്പറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, ഒരു റാപ്പ്. നമ്മളിപ്പോ കേട്ടത് ഹുക്ക് സ്റ്റെപ്പ് പാട്ടാണ്, കണ്ടത് ഹുക്ക് സ്റ്റെപ്പ് പാട്ടിന്റെ വീഡിയോ ആണ്. BMCയാണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ചിരഞ്ജീവി, വെങ്കടേഷ്, നയൻതാര എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. മനശങ്കര വരപ്രസാദ് ഗാരു എന്നാണ് സിനിമയുടെ പേര്. അനിൽ രവിപുടി ഭഗവന്ത് കേസരിയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. അപ്പോൾ സംക്രാന്തിയിൽ ജനുവരി 12-നാണ് മനശങ്കര വരപ്രസാദ് ഗാരു ചിരഞ്ജീവി പ്രധാന വേഷത്തിലാക്കി അനിൽ രവിപുടി സംവിധാനം ചെയ്ത് തെലുങ്കിൽ റിലീസ് ചെയ്ത ചിത്രം. അവിടെയൊക്കെ ഭയങ്കര ഹിറ്റ് എന്നാണ് അറിയുന്നത്. അനിൽ രവിപുടിക്ക് ചിരഞ്ജീവി കാറ് വരെ, അതായത് നമ്മൾ ജയിലർ വിജയമായപ്പം കലാനിധിമാരൻ, അനിരുദ്ധ്, രജനി, നെൽസനൊക്കെ കാറ് സമ്മാനമായിട്ട് കൊടുത്തില്ല. അതുപോലെ അനിൽ രവിപുടിക്കും കാറ് സമ്മാനമായിട്ട്, ഇതൊരു വലിയൊരു കാറാണ് സമ്മാനമായിട്ട് ചിരഞ്ജീവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയ്ക്ക് അവിടെ ഒരു നല്ലൊരു എന്താ പറയുക ഹിറ്റായുള്ള ഒരു പടം തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ ഒന്നും വർക്കൗട്ട് ആയിട്ടില്ല. കാരണം ഒബിയസ്ലി അവർക്ക് വേണ്ടി, ആ ടിപ്പിക്കൽ ഓഡിയൻസിന് വേണ്ടി എടുത്ത ഒരു പടമാണ്. അതുകൊണ്ട് നമുക്കൊന്നും സാറ്റിസ്ഫൈ ആവത്തുമില്ല. ഓഫ്കോഴ്സ് ഈ പാട്ട് പക്ഷെ ഒരു രക്ഷയില്ലാത്ത പാട്ടാണ്. ഈ ഒരു വയസ്സിലും അദ്ദേഹത്തിന് ആ ഒരു ഡാൻസ്, അദ്ദേഹത്തിന് ആ ഒരു എനർജി, അദ്ദേഹത്തിന് ആ ഒരു പെർഫോമൻസ്, അതായത് ആ ഡാൻസ് സിമ്പിൾ സ്റ്റെപ്പ് വളരെ ഗ്രേസ് ആയിട്ട് ഗ്രൂവി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫേഷ്യൽ എക്സ്പ്രഷൻ വരെ അതിനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ ഈ പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വയസ്സിൽ ഇതുപോലെ ഒരു അനങ്ങി ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പുകളൊക്കെ വളരെ നന്നായിട്ട് അത് ഒന്ന് പെർഫെക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്നൊക്കെ പറയുന്നത് ചില്ലറ കാര്യമൊന്നുമില്ല. അത് പുള്ളി നന്നായിട്ട് ഇനി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലിറിക്കൽ വീഡിയോയിൽ മുമ്പ് ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. അതായത് ലിറിക്കൽ വീഡിയോയിൽ ഈ മെയിൻ ബീറ്റ് വരുമ്പോൾ ഈ പഴയ സിനിമയിലൊക്കെ പുള്ളി കളിച്ച മെയിൻ ഡാൻസിന്റെ ഒക്കെ ആ ഒരു ഗ്ലിംസും കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇതിലില്ല. ബട്ട് ഇതില് ആ ഡാൻസ് തുടക്കത്തിൽ ചിരഞ്ജീവി നടന്നു വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് ഇട്ട് വേണ്ട എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു ആ സ്റ്റെപ്പുകളൊക്കെയാണ്. എന്നിട്ട് ഈ സ്റ്റെപ്പ് കളിക്കുന്ന ആ ഒരു ഫ്ലാഷ് ലൈറ്റ് ഇട്ടതും പിന്നെ തൂക്കുന്നതും അതുപോലത്തെ. അപ്പം പ്രത്യേകിച്ച് ആ ബീറ്റ് ഭയങ്കര എനിക്ക് നന്നായിട്ട് ക്യാച്ചി ആയിട്ട് ഇഷ്ടപ്പെട്ട ഒരു ബീച്ചായിരുന്നു. ഞാൻ തുടക്കം തൊട്ടേ ആ ബീറ്റ് കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഗ്രൂവി ഫീൽ അടിക്കും, ഒരു ക്യാച്ചി ഫീൽ അടിക്കും. പിന്നെ ആ ഡാൻസ് വരുമ്പോഴും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വിഷ്വൽസ്, ആ ഒരു റിച്ച് ക്വാളിറ്റി, ആ ഒരു കാര്യങ്ങള്, എല്ലാത്തിലുപരി ബാക്ക്ഗ്രൗണ്ട് ഡാൻസേഴ്സ് ഒരുപാട് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഇതൊക്കെ എന്തൊക്കെയാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതെന്ന് നോക്കിപ്പോകും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാതറിൻ തെരേസ എന്നൊരു നായിക ഇതിൽ ഈ ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കത്തേ ഇല്ല പുള്ളിക്കാരി ഉണ്ടോ എന്ന്. കാരണം ചിരഞ്ജീവി നിറഞ്ഞാടുകയല്ലേ ഇവിടെ. കാരണം പുള്ളിക്കാരെയും ഇടയ്ക്കിടെ ഇങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് അതും ശ്രദ്ധിക്കില്ല. പിന്നെ അനിൽ രവിപുടി ഭഗവന്ത് കേസരിയൊക്കെ നന്നായിട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. അപ്പോൾ ഈ പടം അവർ സംക്രാന്തി, അതായത് ഇപ്പോൾ തമിഴ്നാട്ടിൽ പൊങ്കലുള്ള പോലെ അവിടെ സംക്രാന്തി എന്നൊരു സാധനമുണ്ട്. അപ്പോൾ തെലുങ്ക് അവിടെ ഉള്ളവർക്ക് ആ ടിപ്പിക്കൽ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഇറങ്ങിയ ഒരു പടം കൂടെയാണ് ഇത്. അപ്പോൾ അവിടെ അത്രയ്ക്ക് ഹിറ്റായിട്ടുണ്ട്. ബാക്കിയുള്ളിടത്തൊന്നും അങ്ങനെ ഹിറ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പ്രോപ്പറുള്ള ഒരു നല്ല റിവ്യൂസും ഇല്ല. ബട്ട് ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. ചിരഞ്ജീവിക്ക്
ഒരുപാട് ഡൈ ഹാർഡ് ഫാൻസ് ഉള്ള ഒരു നടനാണ്, ലോയൽ ഫാൻ ബേസ് ഉള്ള ഒരു നടനാണ്. ഒരുപാട് നല്ല പടങ്ങൾ, ഒരുപാട് റെക്കോർഡുകളുള്ള, ഒരുപാട് നല്ല പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നായകനും കൂടെയാണ് ചിരഞ്ജീവി. നമ്മളിപ്പോൾ ട്രോൾ മെറ്റീരിയൽ അല്ലെങ്കിൽ പുള്ളിക്ക് പടമൊന്നുമില്ലെന്ന് പറയുമ്പോൾ പുള്ളിയുടെ പ്രൈം ടൈമിൽ അല്ലെങ്കിൽ പുള്ളിയുടെ ആ ഒരു യങ് ടൈമിലൊക്കെ എത്രയോ നല്ല പടങ്ങൾ, അല്ലെങ്കിൽ വന്ന ടൈമിലൊക്കെ ഒരുപാട് നല്ല പടങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. തളപതി വിജയുടെ കത്തി റീമേക്ക്, ഖൈദി 101 അങ്ങനെ എന്തൊക്കെ ആയിട്ട് ചിരഞ്ജീവി തെലുങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സിനിമകൾ ഇതുപോലെ റീമേക്ക് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തെലുങ്കിലൊരു ലെജൻഡ് കൂടെയാണ് ചിരഞ്ജീവി. കാരണം ഇത്രയും വയസ്സിൽ ഇപ്പോഴും അവിടെ ഒരു സിനിമ എടുക്കുക, ഇവരെ പോലുള്ള നടന്മാർക്കുള്ള ഫാൻ ബേസും ഒരു ലൊയാലിറ്റി ഒന്നും ഇനിയുള്ള നടന്മാർക്കൊന്നും കിട്ടാൻ പോകില്ല. കാരണം അത്രയ്ക്കും ചിരഞ്ജീവി അല്ലെങ്കിൽ അവിടെ ഉള്ള വലിയ നടന്മാർക്ക്, അല്ലെങ്കിൽ ഇവിടെ മലയാളത്തിൽ തമിഴിലുള്ള വലിയ നടന്മാർക്കുള്ള അവിടുത്തെ ഫാൻ ബേസ് ഒന്നും ഇനി കിട്ടില്ല. കാരണം അതെല്ലാം ലോയൽറ്റി ഉള്ള ഫാൻ ബേസിംഗ് ആണ്. ആ ഫാൻ ബേസിങ് അവസാനം വരെ ഉണ്ടാവുന്നത്. ഇപ്പൊ അങ്ങനെയല്ലോ, ഇന്നൊരു നടൻ നാളെ ഒരു നടൻ എന്നൊരു സെറ്റപ്പിലാണ്. പിന്നെ ഒരു എന്താ പറയുക, ജഡ്ജ്മെന്റലായിട്ട് പറയുമ്പോൾ എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് എന്നുള്ളൊരു ടോണും അത് നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും കൂടെ നമുക്ക് ഈ ഫാൻ ബേസ് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെന്നൊരു നിലയ്ക്ക് പറയുകയാണെങ്കിൽ അതിൽ ഒരാളിൽ നിർത്തുന്നതായിരിക്കും നല്ലത്. മൊത്തത്തിൽ ഹുക്ക് സ്റ്റെപ്പ് അടിച്ച് പൊളിച്ചിട്ടുണ്ട്. അമ്മാതിരി പാട്ടാണ് അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ചിരഞ്ജീവി നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേസ്നെസ്സും ആ ഗ്രൂവിയും, ഇപ്പോഴും ഈ ഡാൻസിലൊക്കെ ഒരാൾ ഇത്രയും ഗ്രൂവിയായിട്ടൊക്കെ ഡാൻസ് കളിക്കുക എന്ന് പറയുന്നത് അത് ചില്ലറ കാര്യമൊന്നുമില്ല, അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. ആൻഡ് ഹുക്ക് സ്റ്റെപ്പ് വൈറൽ സ്റ്റെപ്പ്.